ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. രാഷ്ട്രീയ സൈദ്ധാന്തികൻ ജോൺ ലോയി ഡെൽ ഓൾമോ ഒരിക്കൽ ബ്രിട്ടീഷ് പാർലമെന്റിനെക്കുറിച്ച് നിരീക്ഷിച്ചത്, പാർലമെന്റ് ക്യാൻ ഡു എവറിത്തിങ് ബട്ട് മേക്ക് എ വുമൺ എ മാൻ ആൻഡ് എ മാൻ എ വുമൺ. ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനുമുള്ള അധികാരമടക്കം എല്ലാ അവകാശവും അധികാരവും ഉള്ളതാണ് ബ്രിട്ടീഷ് പാർലമെന്റ് എന്ന വിമർശനമായിരുന്നു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് ആംസ്റ്റർഡാം എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹത്തിന്റെ വിമർശനം. 1771 ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഹൈദരാബാദിലെ നൾസാർ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറും കോളമിസ്റ്റുമായ ഫൈസാൻ മുസ്തഫ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന തലക്കെട്ടോടെ ദ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനം തുടങ്ങുന്നതും ലോൾമയുടെ ഈ വാചകത്തിലാണ്. ഒപ്പം ഇംഗ്ലീഷ് സ്റ്റേറ്റ്സ്മാനായിരുന്ന ലോർഡ് ബേർലിയുടെ പ്രസിദ്ധമായ മറ്റൊരു വാചകവും ചേർത്തിട്ടുണ്ട്. ഇംഗ്ലണ്ട് കുഡ് നെവർ ബി റൂയിൻഡ് ബട്ട് ബൈ എ പാർലമെന്റ് എന്നതാണ് ആ വാചകം. ഇംഗ്ലണ്ടിനെ തകർക്കാൻ പാർലമെന്റിനാകും എന്ന് തന്നെ. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന ലേഖനം ഡൽഹി ബിൽ എന്ന് വിളിക്കപ്പെടുന്ന NCT ബിൽ 2021 വിമർശിച്ചുകൊണ്ടുള്ളതാണ്. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വാക്ക് ആരെയെങ്കിലും കൊല്ലുന്നതിന് നിയമപരമായി അവകാശം നൽകുന്നതിനെ സൂചിപ്പിക്കുന്നതാണല്ലോ. വാസ്തവത്തിൽ ഇന്ത്യയുടെ ക്യാപിറ്റലായ ഡൽഹിയെ ശിക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിനുള്ള നിയമമായിട്ടാണ് NCT ബില്ലിനെ ഫൈസൽ മുസ്തഫ ലേഖനത്തിൽ വിമർശിക്കുന്നത്. എന്താണ് ലോക്സഭ പാസാക്കിയ ഡൽഹി ബിൽ എന്ന് ആദ്യം നോക്കാം. ഡൽഹിയിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഭരണത്തിലെത്തിയ സർക്കാരിനേക്കാൾ കൂടുതൽ അധികാരം കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന ലഫ്റ്റനന്റ് ഗവർണർക്ക് നൽകുന്നതാണ് ഈ ബിൽ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ വിമർശനം. ഡൽഹി സർക്കാർ എന്നാൽ ലഫ്റ്റനന്റ് ഗവർണർ എന്ന് അർത്ഥമാക്കണമെന്ന് ബില്ലിൽ പ്രധാനമായും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. यानी कि सुप्रीम कोर्ट को जजमेंट को उलटने का मतलब है कि ये कॉन्स्टिट्यूशन को उलट रहे हैं. कॉन्स्टिट्यूशन में लिखा हुआ है कि चुनी हुई सरकार के पास पावर होंगी 3 सब्जेक्ट को छोड़ के. ये कह रहे हैं कि चुनी हुई सरकार के पास में 3 सब्जेक्ट तो छोड़ दीजिए, किसी भी मामले में चुनी हुई सरकार सरकार ही नहीं होगी, लेफ्टिनेंट गवर्नर सरकार होंगे. और दूसरा कह रहे हैं कि मंत्रिमंडल को हर एक फाइल अपनी वहां पे भेजनी पड़ेगी LG के पास में. फिर ऐसे कैसे काम चलेगा? ऐसे कैसे सरकार चलेगी? फिर मंत्रिमंडल बनाई क्यों रहो, चुनाव करवाई क्यों रहो? കേന്ദ്ര സർക്കാരും ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള AAP സർക്കാരും തമ്മിലുള്ള രാഷ്ട്രീയ വൈരത്തിന്റെ അന്തിമ ഫലമാണ് പാർലമെന്റിലെ ഭൂരിപക്ഷം വെച്ച് കേന്ദ്ര സർക്കാർ കളിക്കുന്ന NCT ബിൽ എന്നതാണ് പൊതുവെയുള്ള വിമർശനം. ലഫ്റ്റനന്റ് ഗവർണറെ മുൻസീറ്റിലിരുത്തി തീരുമാനങ്ങളെടുക്കാനുള്ള കേന്ദ്രത്തിന്റെ അതിബുദ്ധി. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് ദൈനംദിന ഭരണത്തിന് പോലും ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി വേണം എന്ന അവസ്ഥ വന്നാൽ അത് ജനാധിപത്യത്തിന്റെ ശവക്കുഴി തോണ്ടുന്ന സാഹചര്യമാണ് എന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള AAP സർക്കാർ ഭരണ തുടർച്ച നേടിയപ്പോൾ മുതൽ ലഫ്റ്റനന്റ് ഗവർണറുമായി ഉണ്ടായ ഉരസലിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ലോക്സഭ പാസാക്കിയ ഡൽഹി ബിൽ. 2018 ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരും ലഫ്റ്റനന്റ് ഗവർണറും തമ്മിലുള്ള തർക്കത്തിൽ സുപ്രീംകോടതി ഇടപെട്ടത്. അതിന് പിന്നാലെ 3 വർഷത്തിനകം കേന്ദ്ര സർക്കാർ ഈ ബില്ല് കൊണ്ടുവരികയായിരുന്നു. ഡൽഹി സർക്കാരിന്റെയും ലഫ്റ്റനന്റ് ഗവർണറുടെയും ഉത്തരവാദിത്തങ്ങൾ ബിൽ കൃത്യമായി നിർവചിക്കും എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. ഡൽഹി മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ ലഫ്റ്റനന്റ് ഗവർണറെ അറിയിക്കണമെങ്കിലും പോലീസ്, ക്രമസമാധാനം, ഭൂമി എന്നിവ ഒഴികെയുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി ആവശ്യമില്ലെന്നായിരുന്നു 2018 സുപ്രീംകോടതിയുടെ 5-അംഗ ബെഞ്ച് വിധിച്ചത്. ലഫ്റ്റനന്റ് ഗവർണർക്ക് സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കാനാവില്ല. മന്ത്രിസഭയുടെ ഉപദേശങ്ങൾ സ്വീകരിക്കണം. രാഷ്ട്രപതി കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ നടപ്പാക്കണം. സർക്കാരും ലഫ്റ്റനന്റ് ഗവർണറും തമ്മിലുള്ള ഭിന്നതകൾ രാഷ്ട്രപതിക്ക് വിടണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. ഡൽഹിയിലെ അധികാരം സംബന്ധിച്ചുള്ള സുപ്രീംകോടതി ഉത്തരവിന് വ്യക്തത വരുത്താൻ ഉദ്ദേശിച്ചാണ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി ബിൽ 2021 ആഭ്യന്തര സഹമന്ത്രി G. കിഷൻ റെഡ്ഡി അവതരിപ്പിച്ചത്. ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും എതിർപ്പിനെ വകവയ്ക്കാതെ ലോക്സഭയിൽ ബിൽ പാസാക്കി. लिमिटेड पावर्स 3 प्रांत है. अभी एक दिल्ली है, दूसरा पांडिचेरी है, अभी नया बना है सो जम्मू कश्मीर भी है. ये 3 स्टेट्स है, यूटीज विथ लेजिस्लेटिव असेंबली विथ लिमिटेड पावर्स. हम पूरे देश में जो असेंबली चलते हैं उस विषय पर बात करते हुए प्रजातंत्र का हत्या हुआ, ये गलत है. उनका लिमिटेड पावर्स है, उस आधार पर ही सरकार चलना पड़ेगा, क्योंकि जो अधिकार, जो कॉन्स्टिट्यूशन इस असेंबली में यही संसद किया है. इस संसद का जो आदेश है, निर्णय है, जो एक्ट है, ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് AAPയും കോൺഗ്രസും ആരോപിക്കുകയും ചെയ്തു.
ദൈനംദിന ഭരണത്തിനുള്ള എല്ലാ തീരുമാനങ്ങൾക്കും സംസ്ഥാന സർക്കാർ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി തേടേണ്ടതില്ല എന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു എന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ പരാമർശത്തിന് വ്യക്തത വരുത്താനാണ് കേന്ദ്ര സർക്കാർ ബിൽ അവതരിപ്പിച്ചത്. എന്നാൽ സുപ്രീംകോടതി വിധിയിൽ പറയുന്ന ഡൽഹി സർക്കാർ എന്നത് ലഫ്റ്റനന്റ് ഗവർണറാണ് എന്നർത്ഥമാക്കണമെന്ന് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതോടെ ഡൽഹി സർക്കാർ എന്ത് തീരുമാനമെടുത്താലും അത് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി തേടിക്കൊണ്ടാവണം എന്നു തന്നെയാണ്. 2018 ദീപക് മിശ്രയുടെ അധ്യക്ഷതയുള്ള 5-അംഗ ബെഞ്ച് നമ്മുടെ ലിബറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയുടെ 12 ഫണ്ടമെന്റൽ പ്രിൻസിപ്പലും ചൂണ്ടിക്കാട്ടി വിധിയിൽ 120 പേജോളം മാറ്റിവെച്ചിരുന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്ലോറി എന്നാണ് ആ വിധിയിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. അതിൽ പ്രത്യേകമായി പറയുന്നുണ്ട്, വി മസ്റ്റ് അറ്റാച്ച് ദ ഹയസ്റ്റ് ഇമ്പോർട്ടൻസ് ടു പീപ്പിൾ ഹൂ ആർ ദ റിയൽ സൊവേറിൻ ആൻഡ് ഹൂ സ്പീക്ക് ത്രൂ ദെയർ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് എന്ന്. അത് നിലനിൽക്കണമെങ്കിൽ ജനങ്ങൾക്ക് തന്നെയാവണം പ്രാധാന്യം, ജനപ്രതിനിധികൾക്കും. അല്ലെങ്കിൽ ഡെമോക്രസി ഇല്ല എന്നത് തന്നെയാണ്. ജനാധിപത്യം മാറി ഏകാധിപത്യത്തിന് വഴിയൊരുങ്ങും. ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റം എന്നത് ജനാധിപത്യത്തിൽ ഭൂഷണമല്ല.